പെണ്ണുങ്ങളെ കാണുമ്പോ നിനക്ക് വല്ലാത്ത ഒരു ഇളക്കമുണ്ട് അല്ലടാ ഇതിനെ ആയിരിക്കും ഞമ്മക്കോ പിന്നല്ലോ അങ്ങനെ ഒരു ഇളക്കം ഉണ്ടാവില്ലല്ലോ. എങ്ങനെ ഒരു ഇളക്കം ഉണ്ടാവും? അങ്ങനെ ഒരു ഇളക്കം അല്ലാതെ പിന്നെ എങ്ങനെ ഒരു ഇളക്കം? നിങ്ങൾ ഇവിടെ പെൺകുട്ടികളോട് ചോദിച്ചു നോക്കിയോ? നമ്മൾ ഇന്ന് വരെ അവരുടെ അടുത്തൊന്നും ചോദിക്കേണ്ട കാര്യമില്ല, ഞാൻ നിന്റെ അടുത്താണ് ചോദിച്ചത്. സാറ് അത് നമ്മളത് അങ്ങനെ ഒരു ഇതുമില്ല സാറേ. നമ്മൾ എല്ലാവരും പെങ്ങന്മാരെ മാറ്റി. പെങ്ങന്മാർക്കാണോ പ്രേമലേഖനം കൊടുക്കുന്നത്? അല്ല അങ്ങനെ അതിലൊരു പെങ്ങളെ നമ്മൾ ഇങ്ങനെ ഈ സെറ്റിൽ എത്ര പെങ്ങന്മാരുണ്ടടാ? വരുന്നോലൊക്കെ നമ്മളെ പെങ്ങന്മാരെ പോലെയല്ലേ നമ്മള്. കരഞ്ഞ ഇനി അടിക്കും. ഇവിടെ ലൊക്കേഷനിൽ നീ കൊണ്ടുവന്നു, അഭിനയിക്കാൻ കഴിവുള്ള പെണ്ണാണെന്ന് പറഞ്ഞ് ആ പെണ്ണിന്റെ അച്ഛനുമായിട്ട് നീ വന്നു, അത് അവര് പറഞ്ഞു. ഈ പെണ്ണിനെ നീ ആദ്യമായിട്ട് എവിടെ വെച്ച് കാണുന്നു? ഡിക്രൂസ് വാട്സപ്പിൽ ഫോട്ടോ അയച്ചെന്നതാ. ഇങ്ങനെ ഒരു പെണ്ണ് കരഞ്ഞ ഇനി അടിക്കും. രാഘവൻ എന്ന് കരഞ്ഞൂടാ, ഇനി അടിച്ചുകൊണ്ടിരിക്കും. ഓരോ കരച്ചിലും ഓരോ അടിയാണ്. പറ കരച്ചിൽ നിർത്ത്. വാട്സാപ്പില് ഫോട്ടോ കണ്ട് ഡിക്രൂസ് അയച്ചു തന്നു, ഫോട്ടോ അയച്ചെന്ന്. എന്നിട്ട് പറഞ്ഞ് ഒരു ദിവസം രാത്രി എന്നോട് വിളിച്ച് ചോദിച്ച് അളിയ എങ്ങനെയുണ്ട് കൊള്ളാമോ എന്ന് ചോദിച്ച്. ആ പെണ്ണ് ആ പെണ്ണല്ല ഡിക്രൂസ് ഒരു ഫോട്ടോ അയച്ചത് എന്നോട്. അതെ, ആ പെണ്ണ് കൊള്ളാമോ എന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞ് അങ്ങനെ ചോദിക്കണത് മോശമല്ലേ ഒരു പെണ്ണിനെ പറ്റി, നല്ലൊരു കുട്ടിയാണ് എന്ന് പറഞ്ഞ്. അതെ, നിനക്ക് എങ്ങനെ അറിയാം നല്ലൊരു കുട്ടിയാണ്? അല്ല അങ്ങനെ കണ്ടാൽ തന്നെ നമുക്ക് അറിയാലോ. കണ്ടാൽ തന്നെ ഒരു കുട്ടി നല്ലതാണോ ചീത്തയാണെന്ന് നിനക്ക് എങ്ങനെ അറിയാം? അപ്പൊ ഒരു പെണ്ണിനെ കണ്ടാൽ നിനക്ക് നല്ലതാണോ ചീത്തയാണെന്ന് നിനക്ക് തിരിച്ചറിയാം? ഞാൻ ചോദിക്കുന്ന സമാനം പറ. ഒരു പെണ്ണിനെ കണ്ടാൽ നല്ലതാണോ ചീത്തയാണെന്ന് നിനക്ക് അറിയാൻ പറ്റുമോ? അടിയരും അടിയരും. നേരെ നേരെ നിക്ക്, നേരെ നിക്ക്. എന്റെ കണ്ണിൽ നോക്കടാ. നിങ്ങളെന്തിനാ കണ്ണുവെച്ചിട്ട് അതല്ലേ ഞാൻ അങ്ങോട്ട് നോക്കാൻ പറ്റാത്ത? അടി വേണോ? ഒരു പെണ്ണിനെ കണ്ടാൽ നിനക്ക് തിരിച്ചറിയാൻ പറ്റുമോ നല്ലതാണോ ചീത്തയാണോ? ഫോട്ടോ കണ്ടപ്പോ നമുക്ക് തോന്നൂല. ശരി, ആ വാട്സാപ്പില് നീയാണല്ലോ പെണ്ണിനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരുന്നത്. ഡിക്രു പറഞ്ഞിട്ടായിക്കോട്ടെ, നീ ഇവിടെ വിളിച്ചോണ്ട് വരുന്നല്ലോ പെണ്ണിന്റെ അച്ഛനെയും കൂടെ. ഈ പെണ്ണിന്റെ വീട്ടിൽ എങ്ങനെ തിരക്കി പോയി? പെണ്ണിന്റെ അഡ്രസ് എങ്ങനെ കിട്ടിയത്? ഇവൻ മൊത്തം അയച്ചെന്ന്. ഇവ ഇതിന്റെ മുന്നേ പല പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട് ഡിക്രൂസ്. എന്നിട്ട് എനിക്ക് കംപ്ലീറ്റ് അഡ്രസ് അയച്ചെന്നിട്ട് പറഞ്ഞ് ഞാൻ ഈ സെറ്റിന് വരുമ്പം ഒരു പരിചയവും ഇല്ലാത്ത രീതിയിൽ അഭിനയിച്ചും ഇനി അത് കൊളാക്കരുതെന്ന് തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞടാ ഞമ്മക്ക് അങ്ങനെ അഭിനയിച്ച ശീലമില്ലാതെ പോകാൻ പറയാണ്. ഇത് ഇങ്ങനെ അഭിനയിച്ച ശീലക്ക് അടുത്ത പടത്തെ ആൾക്ക് നല്ലൊരു വേഷം തരാന്ന് പറഞ്ഞാണ്. അപ്പൊ നീ ഇവിടെ അച്ഛനുമായിട്ട് വന്നിട്ട് ബാക്കിയുള്ളവരുടെ മുന്നിൽ ഡിക്രൂസിന് പരിചയമില്ലാത്ത രീതിയിൽ അഭിനയിച്ചു അല്ലേ? ശരി ശരി ശരി, ഇതെല്ലാം ഞാൻ വിശ്വസിക്കുന്നു. നീ ഒഴിഞ്ഞ ഒരു തെങ്ങിൻ തോപ്പിൽ പോയി ഈ പെണ്ണിന്റെ അടുത്ത് സംസാരിക്കുന്നത് ഇവിടെ കണ്ട 4-5 പേരുണ്ട്. എന്താണ് നീ സംസാരിച്ചത്? അവരുടെ സംസാരം കേട്ടിട്ടില്ല. നീ എന്താണ് സംസാരിച്ചത്? ഡിക്രൂസ് പറഞ്ഞ് ഓനോക്കൊരു ലെറ്റർ കൊടുത്തിട്ട് അറിഞ്ഞ് എത്ത്. അതിനോട് കുറെ ദിവസമായിട്ട് മറുപടി കൊടുക്കണില്ല. അപ്പൊ ഇതൊരു കാര്യം ചെയ്യും, ഓളോട് എന്തെങ്കിലും മറുപടി തരാൻ പറയും. ഇല്ലെങ്കിൽ ഈ സിനിമയിലെ സീനോള് ഓൻ കട്ടാക്കൂ. ഓൻ ഇതുവരെ പെണ്ണ് കിട്ടി. പെണ്ണ് കിട്ടില്ലെന്നാണ്. അവൻ കല്യാണം കഴിഞ്ഞല്ലേ? റോസ്ലിനല്ലേ അവന്റെ ഭാര്യ, എന്റെ നാട്ടുകാരിയാണ്. എന്നാലും ഓന്നോ നമ്മളറിഞ്ഞില്ലേ? ഓന്നോ പറഞ്ഞ പെണ്ണ് കിട്ടില്ല എന്നാ നിന്റെ അടുത്ത് പറഞ്ഞ പെണ്ണ് കിട്ടിയിട്ടില്ല. ഭയങ്കര കള്ളനാ ഓൻ. ഇവിടെ പെണ്ണ് വേറെ 1-2 പെൺകുട്ടികളില്ലേ ഇവിടെ. ശരി ശരി ശരി, കരയണ്ട. ഇതെല്ലാം ഞാൻ വിശ്വസിച്ചു. ഇതിന്റെ എല്ലാ സൂത്രധാരൻ അവനാണ്. ശരി, അപ്പൊ അവനാണ് കൊന്നത്. നിനക്ക് ഉറപ്പാണല്ലോ? അല്ലല്ല, ഇങ്ങനെയൊക്കെ ചെയ്തവൻ കൊല്ലാനും മടിക്കില്ലല്ലോ. എടാ, ഇങ്ങനെയൊക്കെ ചെയ്യുന്നവൻ കൊല്ലാൻ മടിക്കില്ലല്ലോ. എപ്പോഴും അങ്ങനെ ചെയ്യും. കാരണം ഓൻ നമ്മള് പറഞ്ഞു. അതാണ് ചോദിച്ചത്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവൻ കൊല്ലാൻ മടിക്കില്ല. അവൻ എങ്ങനെയായിരിക്കും കൊന്നിട്ടുണ്ടാവുക? അല്ലെങ്കിൽ ബോഡി എവിടെയാണ് മറവ് ചെയ്തിട്ടുണ്ടാവുക? ഇവിടെ ഈ ഏരിയയിൽ നിന്റെ സംശയം എവിടെയാണ്? ബോഡി എവിടെയാ മറവ് ചെയ്തതിന് പോകുമ്പോ ബോഡിയല്ലേ അതുപോലെ എവിടെയെങ്കിലും കുറ്റിക്കാട്ടി കൊണ്ടിട്ടിരിക്കും. അത് നിനക്ക് സംശയമുണ്ട്. ശരി, അപ്പൊ അവനാണ് എല്ലാം. കഴിഞ്ഞ ഒരൊറ്റ കാര്യം കൂടെ മറുപടി പറഞ്ഞ കേസ് തെളിഞ്ഞു. ഇതെല്ലാം ഓക്കെ. ഡിക്രൂസ് ആണ് ഇതെല്ലാം. ആദ്യമേ വാട്സാപ്പിൽ നിന്നെ കാണിച്ചു, ഇവിടെ വെച്ച് പരിചയം പാടില്ല എന്ന് പറഞ്ഞു. നീ തെങ്ങിൻ തോപ്പിൽ പറഞ്ഞ് ഡിക്രൂസിന് മറുപടി കൊടുക്കാത്തെന്നും ചോദിച്ചു. അതെല്ലാം ഓക്കെ. എന്നാലേ കാതരനും ഡിക്രൂസും എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ കൊലപാതകം ചെയ്യാൻ സാധ്യത ഉള്ളത് നീയാണെന്നാണ്. ഒരു കോയിനെ പോലും കൊല്ലാത്ത ചോദിക്കട്ടെ, ഇതെല്ലാം ഞാൻ വിശ്വസിക്കുന്നു. ഈ പെണ്ണിനെ കാണാതായിട്ട് ഇന്നേക്ക് 7 ദിവസം പൂർത്തിയാണ് അല്ലേ? 7 ദിവസമാണെന്ന് നിനക്ക് എങ്ങനെ അറിയാം? ശരി,
ഈ 7 ദിവസം മുമ്പ് അവസാനമായിട്ട് അവളെ കാറിൽ കയറ്റിക്കൊണ്ട് പോയത് ഫൈറ്റിന്റെ അന്ന് അവളുടെ കൈ മുറിഞ്ഞു. അപ്പൊ ഫൈറ്റ് മാസ്റ്ററായിട്ട് നീ ഉടക്കി അവളെ കാറിൽ കയറ്റിക്കൊണ്ടുപോയത് നീയാണ്. അവസാനമായിട്ട് ഈ സെറ്റിൽ നിന്ന് പോകുന്നത് മൊയ്തീനും എന്താ അവളുടെ പേര് സഗനിമയും അല്ലേ? രണ്ടുപേരും കൂടെയാണ്. അതിനെന്താണ് സാറേ ഈ റംലാൻ നോമ്പാണ്. ഈ സമയത്ത് നമ്മള് കള്ളത്തരം പറയില്ല. അങ്ങനെ മനസ്സിലാക്കി ഈ സത്യത്തിൽ ഓലി പറഞ്ഞാല് ഫൈറ്റിന്റെ ഇടയിലല്ല കൈ മുറിഞ്ഞ് ഡിക്രൂസ് അവസാനം പറഞ്ഞോളെ പറ്റിച്ചപ്പോ ഓളെ കൈ ഒയ്യുന്നില്ല അവസാനമായപ്പോ ഓല് പറഞ്ഞ് ഇത് നമ്മളെ കൈ ഒയ്യാണെങ്കിൽ ഈ തെറ്റ് തന്നെ നമ്മള് ചാകും എന്റെ മുന്നിൽ വെച്ചിട്ട് ഇതാണ്. അത് ക്യാമറന്റെ മുന്നിൽ ചെയ്യുന്നോള് ഭീഷണിപ്പെടുത്തി. അന്ന് ഈ ഫൈറ്റ് നടക്കുമ്പോ ഇവള് മനഃപൂർവ്വം കത്തി വാങ്ങി ഞരമ്പ് മുറിച്ചതാണ്. കൊണ്ടുപോയി ആശുപത്രി. ഞാൻ ചോദിച്ചു ഡിക്രൂസിന്റെ അടുത്ത് എന്ത് ചോദിച്ചെന്നുള്ള അവിടെ നിൽക്കുന്നത്. നീ കാറിൽ കയറി പോയതിന്റെ കാര്യം പറ. കാറില് ഒരു കുട്ടിക്ക് ഞരമ്പ് മുറിഞ്ഞാൽ അപ്പൊ നമ്മള് കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോയി. ഏത് ആശുപത്രി? ആശുപത്രി മറ്റേ തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രി. ആശുപത്രി കൊണ്ടുപോയി. എന്നിട്ട് അപ്പൊ നമ്മള് അവിടെ നിന്നല്ലോ നമ്മളൊന്ന് ഡോക്ടർക്ക് മനസ്സിലാവില്ലേ ഞരമ്പ് കട്ട് ചെയ്താണെന്ന്? എന്നിട്ട് ഡോക്ടറോട് ഇപ്പൊ വിളിച്ച് പറഞ്ഞിട്ട് ഇപ്പൊ എന്റെ ചങ്ങായിയാണ് ഡോക്ടർ. അവിടെയും എന്നിട്ട് നമ്മള് നോമ്പ് തുറക്കാൻ വൈകുന്നേരം നോമ്പ് തുറക്കാൻ പോയിട്ട് വരുന്ന സമയത്ത് ഓ കുട്ടീനെ കാണുന്നില്ല. ഞാനത് ഓനോട് പറഞ്ഞപ്പോ ഞമ്മക്കൊരുണ്ട് ഉമ്മ എന്നിട്ട് പറഞ്ഞു മോനെ മുത്താണ് ആ പെണ്ണിനെ ഒഴിവാക്കി തന്നെ നന്നായത്. ഇത് കൂട്ടുകൃഷിയാണ് ഇല്ലടാ, എല്ലാം കൂടെ ചേർന്ന്. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു വ്യത്യാസമില്ലല്ലോ. വാട്സപ്പിൽ ഇപ്പോഴും ഫോട്ടോ ഉണ്ടോ ഓളെ ഫോട്ടോ? അവളുടെ ഫോട്ടോ ഒന്നും എനിക്ക് കാണണ്ട. അത് നീ അങ്ങ് വെച്ചോണ്ടാ മതി. ചുവരിലൊട്ടിച്ച് ഇതെല്ലാം ഞാൻ അങ്ങ് വിഴുങ്ങിന്ന് വിചാരിക്കണ്ട. ഞാൻ ബാക്കിയുള്ളവരടുത്ത് ചോദിക്കും. അതിലെന്തെങ്കിലും കള്ളം നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊയ്തീനെ പിന്നെ ഞാൻ ഉണ്ടല്ലോ ഇങ്ങനെ പൾപ്പാക്കി എടുക്കും. പൾപ്പാക്കി കേട്ടോ.